ഇപ്പോൾ 10 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സഖാക്കൾ വരാൻ പോവുകയാണ്. അവരെ സഹർഷം സ്വാഗതം ചെയ്തു. പിന്നെ പിണറായി സർക്കാരിൻ്റെ 10 കൊല്ലത്തെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമാണ്. പോക്കണം കേടുമില്ല കുറച്ചിലുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ. എൻ്റെ വീട്ടിൽ പാത്രം ഞാൻ തന്നെ കഴുകാറുണ്ട്. ഞാൻ കുടിച്ച ചായ കുടിച്ച ഗ്ലാസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകാം. പക്ഷേ ബേബി സഖാവ് എന്നെ പോലെയല്ല. പുള്ളി കുറച്ചും കൂടി നന്മയുള്ളതാണ്. കുറച്ചും കൂടി ഒരു സഖാവിൻ്റെ സഹജ സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പാത്രം കഴുകുന്നത്. അപ്പോൾ അത്ര ദയനീയമാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ ബേബി സഖാവ് പാവം കള്ള് ഷാപ്പിലൊന്നും കയറിയില്ല. ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, പാത്രം പുള്ളി തന്നെ കഴുകാം എന്ന് പറഞ്ഞു. അവരതിന് സമ്മതിച്ചു. ചെയ്യരുതാത്തത് ചെയ്തവരെങ്കിലും എന്നെ തള്ളല്ലേ വോട്ടർമാരെ എന്ന അഭ്യർത്ഥനയുമായി നമ്മുടെ ഇടതുപക്ഷ നേതാക്കൾ, ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർ ഈ വോട്ടർമാരുടെ വീടുകൾ കയറി ഇറങ്ങുന്ന പുതിയ ഗൃഹസന്ദർശന പരിപാടി തുടങ്ങി വെച്ചവർ നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഇതുവരെ വന്നില്ല. വരുമായിരിക്കും ഞായറാഴ്ചയോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് തിങ്കളാഴ്ചയോ ഒക്കെ പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മൾ അവരുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്നാലും വീട്ടിൽ വന്ന ആൾക്കാരെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ 10 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സഖാക്കൾ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എണ്ണപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്ന് കരുതിയിട്ട് പാർട്ടിയുടെ ഏതെങ്കിലും സമുന്നത നേതാവ്, ആ ജില്ലാ കമ്മിറ്റി അംഗമോ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ വരുന്നവർക്ക് സ്വാഗതം, സന്തോഷം. ചായയോ പലഹാരം എന്ന് വെച്ചാൽ കൊടുക്കാനും വരുമൊന്നുമില്ല, അതിനും സന്തോഷം. പാർട്ടിക്കാരൊക്കെ അങ്ങനെ എപ്പോഴും വീട്ടിൽ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് CPM-കാർ. അതുകൊണ്ട് വരുന്നവർ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരെ സഹർഷം സ്വാഗതം ചെയ്തു. പിന്നെ പിണറായി സർക്കാരിൻ്റെ 10 കൊല്ലത്തെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും പാർട്ടിയുടെ സമുന്നത നേതാക്കൾ, ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി അടക്കം രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗോവിന്ദ മാഷാവാം, രാജീവാകാം, അതല്ലെങ്കിൽ ആ സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ മറ്റാരെങ്കിലും ഒക്കെ വരാം. ഇടതുപക്ഷക്കാരിങ്ങനെയാണ് ആളുകളെ ഞെട്ടിച്ചുകളയും. ഇവിടെ ഈ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് എടുക്കും. സുറിയാനി ക്രിസ്ത്യാനികളുടെ വീട് കയറാനായിട്ട് മറ്റേ കേരള കോൺഗ്രസിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനെ കൊടുത്തു. യാക്കോബാക്കാരനെയും ഓർത്തഡോക്സുകാരനെയും വീട്ടിൽ കയറാൻ വീണ ജോർജിനെ കൊടുത്തു. കാശുള്ള മുസ്ലിങ്ങളെ വീട് കയറാൻ റിയാസിനെ കൊടുത്തു. സാധാരണക്കാരുടെ വീട് കയറാൻ അബ്ദുറഹ്മാനെ കൊടുത്തു. പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വീട്ടിൽ AR റഹീം അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ പോകുന്നു എന്ന് പറയും. നായന്മാരുടെ വീട്ടിൽ മറ്റേ ഗണേഷ് കുമാർ അല്ലെങ്കിൽ രാജീവ്, ഇവരൊക്കെ അങ്ങനെ വീടാന്തരം സമുദായ അടിസ്ഥാനത്തിൽ വീട് കയറി വോട്ട് ചെയ്തു. പക്ഷേ ജനങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട്, ഇവരുടെ അത്ര സമുദായ ചിന്ത അവർക്കില്ലാത്തതുകൊണ്ട് അവർ ഉമാ തോമസിന് വോട്ട് ചെയ്ത് അവർ 25,000 വോട്ടിന് ജയിപ്പിച്ചു. അപ്പോൾ ഈ ഗൃഹസന്ദർശനത്തിൻ്റെ പരിണതഫലം ചിലപ്പോൾ വിപരീതമായി പോകും. ഈ ഗൃഹസന്ദർശന പരിപാടി എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ട്രോളന്മാർ അവരുടെ പണി തുടങ്ങി. കുറ്റിച്ചൂലുമായിട്ട് സഖാക്കളെ സ്വീകരിക്കുന്ന വീട്ടമ്മമാരുടെയൊക്കെ കാർട്ടൂണുകൾ നിരവധിയായിട്ട് കണ്ടു. ഞാൻ പറയാൻ വരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് അല്ല, സത്യം പറഞ്ഞത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ടോ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടോ അല്ല. അതിവിടെ ചർച്ചാ വിഷയമല്ല. നമ്മുടെ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, ബേബിയുടെ മുഴുവൻ പേര് മരിയൻ അലക്സാണ്ടർ ബേബി എന്നാണ്. പലർക്കും അറിയില്ല. അദ്ദേഹം കാര്യം 10-75 വയസ്സായെങ്കിലും ആൾ ബേബിയാണ്. ഒരു കുട്ടിത്തം പുള്ളിക്ക് എപ്പോഴും ഉണ്ട്. ശിശു സഹജമായ ഒരു നിഷ്കളങ്കത, ഒരു നിഷ്കാപട്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുമുണ്ട്, പെരുമാറ്റത്തിലുമുണ്ട്, മൊത്തം പ്രവൃത്തിയിലുമുണ്ട്. എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ് ബേബി സഖാവ്. ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ട്, സഖാവ് ഇത്ര പ്രായമായി താടിയും തലയൊക്കെ നരച്ചു എങ്കിലും ആളിപ്പോഴും ബേബി തന്നെയാണ്. അതുപോലെയാണ് ബാലൻ പിന്നെ മുടിയൊക്കെ ഡൈ ചെയ്ത് കറുപ്പിച്ച് ചെറുപ്പക്കാരനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ബാലത്വമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോൾ, അത് ഒരു വെറും പാർട്ടി മെമ്പറുടെ വീടല്ല, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ സഖാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ബേബി സഖാവ് നല്ല ഭക്ഷണപ്രിയനാണ്. ഭക്ഷണത്തോട് പുള്ളിക്ക് വലിയൊരു പ്രതിപത്തിയുള്ള ആളാണ്. ഭക്ഷണം കൊടുത്തപ്പോൾ പുള്ളിയുടെ എളിമ കൊണ്ട്, വിനയം കൊണ്ട്, സന്മനോഭാവം കൊണ്ട്, സൗശീല്യം കൊണ്ട് എന്ത് ചെയ്തു, ആ ഭക്ഷണം കൊടുത്ത പാത്രം കഴുകി വെച്ചു. അതിന് തെറ്റൊന്നുമില്ല. ആ കഴിക്കുന്ന പാത്രം കഴുകുന്നതിൽ യാതൊരു പോക്കണം കേടുമില്ല കുറച്ചിലുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ. എൻ്റെ വീട്ടിൽ പാത്രം ഞാൻ തന്നെ കഴുകുന്നത്. ഞാൻ ചായ കുടിച്ച ഗ്ലാസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകാം.
അത് വേറെ ആരെ കൊണ്ട് കഴുകാൻ ഞാൻ അനുവദിക്കാറില്ല. എൻ്റെ ഒരു രീതി അതാണ് വെച്ചു. എൻ്റെ പാത്രത്തിൽ വിളമ്പുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കും. ഭക്ഷണം കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. പക്ഷേ വിളമ്പുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ പാഴാക്കി കളയരുത് എന്ന് അടിസ്ഥാന തത്വം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഈ ഭക്ഷണക്ഷാമവും ദാരിദ്ര്യമൊക്കെ ഉള്ള കാലത്ത് അമ്മ പറയുമായിരുന്നു, മോനെ ഈ ഇത്രയും ഭക്ഷണം കളയുന്ന ഭക്ഷണം കഴിക്കാൻ കൊതിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, അതുകൊണ്ട് വിളമ്പുന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് ഒരു തത്വമാണ്, ഒരു പ്രിൻസിപ്പിളാണ്. പാത്രം കഴുകി വെക്കണം. അമ്മയുള്ള കാലത്തോളം അമ്മ കഴുകി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കഴുകുന്നത്. പക്ഷേ പാത്രം കഴുകാനുള്ള ഒരു അവകാശം അമ്മയ്ക്കാണ് എന്നുള്ളൂ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അത്ര ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്ര സ്വാതന്ത്ര്യമുള്ള വീട്ടിലായിരിക്കും. നമുക്ക് പാത്രം ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് മസിൽ പിടിച്ചാൽ നമ്മൾ ചെന്ന വീട്ടുകാർക്ക് അതൊരു അസ്വാഭാവികമായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ എന്തോ കാര്യമായ കുഴപ്പമുള്ളതാണെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ അവിടങ്ങളിൽ അങ്ങനെ ശാഠ്യം പിടിക്കാറില്ല. പക്ഷേ ബേബി സഖാവ് എന്നെ പോലെയല്ല. പുള്ളി കുറച്ചും കൂടി നന്മയുള്ളതാണ്, കുറച്ചും കൂടി ഒരു സഖാവിൻ്റെ സഹജ സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പാത്രം കഴുകി വെച്ചത്. ഇതിൽ തെറ്റുപറ്റിയെന്ന് വെച്ചാൽ ഇത് ഏതോ സാമദ്രോഹിൻ്റെ പണമെടുത്ത് സാമൂഹ്യ മാധ്യമത്തിലിട്ടു. ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്, മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. നമ്മളെ ഒരു ബാറിൽ കയറി കള്ളുടിക്കാന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ആളുകൾ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടും. ഇതേ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്ന ബാർ എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, എന്തൊരു കഷ്ടമാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല. ഇത് ഈ സാമൂഹ്യദ്രോഹികളായ ഈ സാമൂഹ്യ മാധ്യമക്കാരെ പേടിച്ചിട്ട് മനുഷ്യർക്ക് ബാറിൽ കയറി കള്ളുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്ര ദയനീയമാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ ബേബി സഖാവ് പാവം കള്ള് ഷാപ്പിലൊന്നും കയറിയില്ല, ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, പാത്രം പുള്ളി തന്നെ കഴുകാം എന്ന് പറഞ്ഞു. അവരതിന് സമ്മതിച്ചു. അദ്ദേഹം പാത്രം കഴുകി. അത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എളിമയെ, അദ്ദേഹത്തിൻ്റെ സന്മനോഭാവത്തെ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മനോഭാവത്തെ നമ്മൾ പ്രശംസിക്കുകയാണ് ചെയ്യേണ്ടത്, പ്രകീർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴിക്കാൻ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് ശരിയല്ല. ഇനി മേലിൽ പാർട്ടിക്കാരെ വിളിച്ച് പാത്രം കഴിക്കാം, അല്ലെങ്കിൽ വിറക് കീറിക്കാം, തേങ്ങ പൊതിപ്പിക്കാം എന്നൊക്കെ ആരും വിചാരിക്കരുത്. ബേബിയെപ്പോലെ എളിമയുള്ളവരല്ല. പ്രായമാകുന്നതനുസരിച്ച് ധാർഷ്ട്യം വർദ്ധിക്കുന്നവരാണ് പാർട്ടിയുടെ സഖാക്കൾ. ഇപ്പോൾ സഖാവ് എം സ്വരാജാണ് നിങ്ങളുടെ വീട്ടിൽ നാളെ ഗൃഹസന്ദർശന പരിപാടിയായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചായ കൊടുക്കും. എന്നിട്ട് ചായ കുടിച്ച് കഴിയുമ്പോൾ സഖാവി ഈ പാത്രം ഒന്ന് കഴുകി വെക്കും എന്ന് പറഞ്ഞാൽ സഖാവ് സമ്മതിക്കില്ല. സഖാവ് ഏതിലേക്കും പ്രതികരിക്കാമെന്ന് നിങ്ങൾ തന്നെ ഉൾബലമുണ്ടെങ്കിൽ നനച്ചു കൊള്ളും. അപ്പോൾ അത് നടക്കില്ല. എം വി ഗോവിന്ദനാണെങ്കിൽ ഒരു പക്ഷേ കഴുകി വെക്കാം, കാരണം പുള്ളി നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. പക്ഷേ മറ്റ് പല ആളുകളും അങ്ങനെ ചെയ്തൊന്നും വരില്ല. വി ശിവൻകുട്ടിയോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ചിലപ്പോൾ ചെയ്യും. ശിവൻകുട്ടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ വായിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുള്ളി എന്നോട് പാത്രം കഴുകുന്നത് അത് നല്ല കാര്യമാണ്, സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് ബിന്ദു ടീച്ചറുടെ വീട്ടിൽ ചെന്നിട്ട് പാത്രം ടീച്ചർ കഴുകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആളും തരം നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെയുള്ള ഡിമാൻഡുകൾ വെക്കാനായിട്ട്. അതുകൊണ്ട് വിറക് കയറാനും വെള്ളം കോരാനൊന്നും സഖാക്കളെ പ്രതീക്ഷിക്കരുത്. അതൊക്കെ ആഗ്രഹം അത്യാഗ്രഹമല്ല, ദുരാഗ്രഹമാണ്, നടപ്പുള്ള കാര്യമല്ല. ഏതായാലും ബേബി സഖാവിനെ ഞാൻ സർവാത്മന അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തോളം നന്മ എനിക്കില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ പുള്ളിയോട് അസൂയപ്പെടുകയും ചെയ്യും.